ഇന്ന് രാവിലെ വീഡിയോ ചെയ്ത ശേഷം പിന്നീട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വായിച്ചിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് തന്നെ മറുപടി നൽകേണ്ടതുണ്ട്. അതിന് ഇന്റർവ്യൂവിൽ നൽകാം, അത് വേറെ വീഡിയോ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടെയും സംശയം സ്വർണ്ണവില കൂടുമോ കുറയുമെന്നാണ്. അപ്പോൾ രാവിലെ വീഡിയോ ചെയ്തിട്ട് ജോലി തിരക്കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ ഒന്ന് ഫ്രീ ആയത്. നിങ്ങൾ കുറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇനി സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇറാനിലൊരു ബ്ലാസ്റ്റൊക്കെ നടന്നിട്ടുണ്ട്, 4 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് കെമിക്കൽ ബ്ലാസ്റ്റാണ്. അതിൻ്റെ പൂർണ്ണ വിവരങ്ങളുമായിട്ടുള്ളതും എന്താ എന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നതൊന്നും ഇപ്പോൾ എന്താ അട്ടിമറി അങ്ങനെ വാർത്തകളൊന്നും ഇന്ത്യയിൽ കണ്ടിട്ടൊന്നുമില്ല. എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇറാന് US ന്യൂക്ലിയർ ടാക്സ് ഭയങ്കര അത് നടന്നുകൊണ്ടിരിക്കുന്നത് അതീവ ജാഗ്രതയിലാണ് എന്നാണ് അതിൻ്റെ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൽ എന്താ സ്റ്റോക്സുകൾ വളരെ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ എന്നുള്ളത് വളരെ നിർണായകം തന്നെയാണ്. പിന്നെ ഇസ്രായേലിലേക്ക് യമനിൽ നിന്നും ഒരു മിസൈൽ പോയിട്ടുണ്ട്, അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് വാർത്ത കേൾക്കുന്നത്. കുസ്ക് റീജിയൻസിൽ റഷ്യ ആ ഭാഗത്തു നിന്ന് ലാസ്റ്റ് ഉക്രൈനിയൻ ട്രൂപ്സിനെയും പുറത്താക്കിയെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ അത് ഡിനേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ US ചൈന കാര്യത്തിലാണെങ്കിലോ ഭയങ്കര ട്രേഡ് കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ട്രംപ് പറയുന്ന 3-4 ആഴ്ച എന്നുള്ള നിലക്കാന്ന് പറഞ്ഞ് 200ഓളം ഡീലുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണുള്ളത്. ചൈനയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫാർമസ്യൂട്ടിക്കൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സംഷൻസ് കൊടുക്കാനുള്ള പരിപാടി തന്നെയാണ്. താരിഫിൻ്റെ കാര്യത്തിൽ ടോക്സ് അണ്ടർവേ എന്ന് ട്രംപും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും കൺഫ്യൂസിങ് ആണ്. സ്റ്റിൽ പറയും ചെയ്യുന്നല്ലാതെ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്കും കൺഫ്യൂഷൻ വേർഡ് അല്ലെങ്കിൽ മറ്റൊരു വേർഡ് ഇന്ത്യയിലിൻ്റെ വാക്ക് പറയുകയാണെങ്കിൽ അൺസർട്ടനിറ്റി സ്റ്റിൽ ദർ. സോ ഗോൾഡിന് അത് മുതൽക്കൂട്ടായിരിക്കും. എന്നോ ആണ് അത് കുറക്കുന്ന അന്നേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഈ സ്വർണ്ണവില കുറയുള്ളൂ. അതും ഫുള്ള് അതേപോലെ കുറക്കില്ല. ചില ഗുഡ്സ്, ചില സാധനം, ചിലത് തോത് അതും ഫുള്ള് സീറോക്ക് കൊണ്ടുവരുന്നില്ല. മുമ്പത്തെ പോലെ. അപ്പോൾ ഗോൾഡ് തകർന്നടിയാൻ പോകുന്ന സാഹചര്യം ഇല്ല എന്ന് ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവർക്ക് കുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ചർച്ചയും ചെയ്തിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ US ഡോളറിന് ശക്തിപ്പെടലൊക്കെ ഉണ്ടാവും. പക്ഷേ മറ്റുള്ള ഞാൻ പറയില്ലേ, ഒരുപാട് ഭാഗങ്ങളിലൂടെ ഗോൾഡിനെ സ്വാധീനിക്കുന്ന ഘടകം 1-2 ഒന്നുമല്ല. അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ഒരു ഡീല് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ ഗോൾഡ് ഇച്ചിരി ഒന്ന് ഇടിയും. ഒരു 2000 3000 കയറി വന്നാലും ഇടിയും ആ ഒരു ഭാഗത്ത് നിന്ന്. എന്നാൽ അവിടെ നിൽക്കൂല ഗോൾഡ്. അപ്പോൾ തന്നെ വേഗം മുകളിലേക്ക് പോവും. റഷ്യത്തിലും പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ഓഫാകുന്ന പരിപാടിയല്ല ഇപ്പോഴുള്ള. ഈവൻ ക്വിക്ക് എൻഡ് വേണമെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടായില്ല. അപ്പോൾ ഗോൾഡിൻ്റെ ഇത് അനുമാനപ്പെട്ട ഒരു സാഹചര്യങ്ങളുടെ ഫലത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ സാധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഡീൽ ഉണ്ടാക്കണേ വരെയാണെങ്കിൽ ഗോൾഡ് ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഉയരും. ഡീൽ ഉണ്ടാക്കാതൊക്കെ ആണെങ്കിൽ മെല്ലെ ഇവിടുന്ന് ഇങ്ങനെ ഉയരും. ഇവിടെ തന്നെ നിന്നാണ് മെല്ലെ ഉയർന്നാണ് പോകും മുകളിലേക്ക്. ഡീൽ പെട്ടെന്ന് ഇങ്ങനെ കുറച്ചെന്നൊക്കെ പറയുകയാണെങ്കിൽ ഡോളറിൻ്റെ ശക്തി, നേരിയ ശക്തി പ്രകടനത്തിൽ ഒരു ഇച്ചിരിയൊക്കെ ഒന്ന് ഇടിയും. 1000, 2000, 3000 എറിയുന്ന അത്ര അല്ല, അതിനെ വലിയ സംഖ്യ തോന്നുന്നു. എന്തായാലും 3000 എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഗോൾഡ് അപ്പം തന്നെ അത് കവർ ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ എന്താ വെച്ചാൽ ഓരോന്ന് ഇച്ചിരി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങളത്തൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറക്കും. അപ്പോൾ ഒരു ഗോൾഡിൽ 500, 1000 ഇങ്ങനെ കുറഞ്ഞിട്ട് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അങ്ങനെ മുകളിലേക്ക് പോകും. 72,040 ഇപ്പോൾ ഉള്ളത്. അതങ്ങനെ മുകളിലേക്ക് 75,000-ലേക്ക്, 80,000-ലേക്കും, 90,000-ലേക്കും. അതതിൻ്റെ യാത്രയാണ്. അതിൻ്റെ യാത്രയിൽ ഇനി ഈ ഒരു ട്രേഡോ ഡീലോ ഉണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഇതുണ്ടോ, കാരണം ഇതൊക്കെ ഒന്നിന് കാരണം ഇങ്ങനെ ഇപ്പോൾ ട്രേഡ് ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ആർക്കൊക്കെയാണ് ലാഭം ഉണ്ടായത്, നഷ്ടം ഉണ്ടായത്, ഇതിനനുസരിച്ച് ഓരോരുത്തർ തീരുമാനം എടുക്കുകയുള്ളൂ. ഇതിൽ ആർക്ക് പണി കൊടുക്കാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താ വെച്ചാൽ ഇതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. 2009, 2008, 2009, 2011 വലിയ രീതിയിൽ ഉയർച്ചയൊക്കെ പോയില്ലേ ഗോൾഡൊക്കെ. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിന് ഒരേ ഒരു യാത്രയേ ഉള്ളൂ. പിന്നെ ഈ ടോക്സ് നടക്കുമ്പോൾ ചെറിയ ഇടിച്ചിലുകൾ ഉണ്ടായാലായി എന്നുള്ളതിൻ്റെ മുൻകരുതലുകൾ നിങ്ങൾക്ക് നൽകണം എന്നുള്ള നിലക്ക് മാത്രമേ പറഞ്ഞതന്നേ ഉള്ളൂ. ട്രേഡ് ഡീൽസ് വെയിറ്റ് ചെയ്യേണ്ടവർക്ക്, വാങ്ങുന്ന ആളുകൾക്ക് വേണമെങ്കിൽ മണ്ടേയും കൂടി എങ്ങനെയാണ് നേച്ചറെന്ന് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട്, മനസ്സിലായില്ലേ? അങ്ങനെ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്തോട് വാങ്ങുന്നവർ എന്നല്ലാതെ. കാരണം പിന്നെയും ട്യൂസ്ഡേയിലേക്കൊക്കെ പ്രോഗ്രസ് ഉണ്ടോയെന്ന് അറിയത്തില്ല ഇവരെ ചൈന US സ്റ്റോക്ക്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇടിയും, നേരിയ ഇടിവുണ്ടാവും. അതിന് വേണ്ടി പറയാമെന്നുള്ളൂ. അപ്പോൾ ഗോൾഡിൻ്റെ യാത്ര മുകളിലേക്ക് അത് ലോങ് ടേം റണ്ണ് ഇൻടാക്റ്റാണ്. അത് മുകളിലേക്ക് തന്നെ പോകും. എന്തായാലും ഇപ്പോൾ 72,040 കൂടുതൽ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ടുള്ള അപ്പോൾ മറ്റുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ നോക്കേണ്ടിയിരിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം നമുക്ക്. താങ്ക്